വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ബഷീർ ബുക്ക് സ്റ്റാളൊക്കെ നടത്തിയിട്ടുണ്ട് ബോട്ടിയെട്ടിയിൽ. അദ്ദേഹം ആരെയെങ്കിലും കണ്ടാൽ പ്രസിദ്ധമാണ്, വല്ലതും കഴിച്ചോ എന്നാണ് ആദ്യം ചോദിക്കുക. ഇബ്രാഹിം വേങ്ങര എന്ന പ്രസിദ്ധനായ ഒരു നാടകൃത്തിനെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിവുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയപ്പോൾ ഇന്നത്തെ ചെന്നൈയിൽ വെച്ച്, അന്നത്തെ മദിരാശിയിൽ വെച്ച് AKGയെ, പാവങ്ങളുടെ പടത്തലവനായ സഹാവ് AK ഗോപാലനെ മുൻ പരിചയമൊന്നുമില്ലാതെ ആദ്യമായിട്ട് കണ്ടു. വിശന്ന് വലഞ്ഞാണ് ചെല്ലുന്നത്, കഷ്ടപ്പെട്ട് ചെല്ലുകയാണ്. സഹാവ് AKG ഇബ്രാഹിം വേങ്ങരയോട് ആദ്യം ചോദിച്ചതും നിങ്ങളെല്ലാം കഴിച്ചോ? ഇപ്പോൾ പട്ടിണിയാണ് എന്നുള്ളത് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. ഇത് ഞാൻ പറയാൻ കാരണം, എങ്ങനെ ഒരു ജനകീയ ഭരണ സംവിധാനത്തിന്, കൊച്ചി കോർപ്പറേഷന് വിശക്കുന്ന മനുഷ്യൻ ഈ നഗരത്തിൽ വിശപ്പ് സഹിച്ച് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയ്ക്ക് ശമനമുണ്ടാക്കണം, അവസാനം കുറിക്കണമെന്ന് ചിന്തിച്ച് ഭാവനാപൂർണമായൊരു പദ്ധതി നടപ്പാക്കാം എന്നുള്ളതിൻ്റെ, ഭാവനാപൂർണമായി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ സമൃദ്ധമായ ഒരു തെളിവാണ് കൊച്ചി കോർപ്പറേഷൻ നടപ്പിലായി കഴിഞ്ഞ സമൃദ്ധി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനം. വിശപ്പില്ലാത്ത ഒരു നഗരത്തെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ. യഥാർത്ഥത്തിൽ തീവ്ര ദാരിദ്ര്യമുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയത് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ തീവ്ര ദാരിദ്ര്യമുക്തമായ കേരളം സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്. നമ്മുടെ അജണ്ടയിൽ വരേണ്ട ഒരു കാര്യമാണ്, വിശപ്പില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന് കൊച്ചി സമൃദ്ധിയിലൂടെ മാതൃക കാണിച്ചിരിക്കുകയാണ്.